നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷിംലയിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. അതിലുപരി ഒരു ഭയമാണ് എല്ലാ രക്ഷിതാക്കൾക്കും തോന്നുന്നത്. കാരണം പലപ്പോഴും സ്കൂളുകളിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള കുട്ടികളോടുള്ള പല പെരുമാറ്റങ്ങളും അല്ലെങ്കിൽ സഹപാഠികളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഏൽക്കുന്ന പല മർദ്ദനങ്ങളൊക്കെ തന്നെ വാർത്തയാകാറുണ്ട്. ഇന്നത്തെ കാലത്ത് അക്രമവാസന കുട്ടികളിൽ വളരെയധികം വർദ്ധിക്കുന്നു എന്നുള്ളതും ഭാവിയിലേക്കുള്ള നമ്മുടെ ഈ കുരുന്നുകളുടെ ജീവിതത്തിൽ അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊക്കെ തന്നെ എപ്പോഴും എല്ലാ രക്ഷിതാക്കൾക്കും ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഷിംലയിൽ ദളിത് വിദ്യാർത്ഥിയുടെ പാൻറ്റിനുള്ളിൽ തേളിനിട്ട് അധ്യാപകർ. ആ കുഞ്ഞിൻ്റെ സ്കൂളിലുള്ള അധ്യാപകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ക്രൂരത ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. ഷിംലയിലെ റോഹ്റു സബേ ഡിവിഷനിൽ ഗദ്ദാപാനി പ്രദേശത്തുള്ള സർക്കാർ സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് പ്രധാന അധ്യാപകനും മറ്റു അധ്യാപകരും ചേർന്ന് ഇത്തരത്തിൽ ഉപദ്രവിച്ചിരിക്കുന്നത്. ജാതീയമായി അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു. അധ്യാപകർ മകനെ സ്കൂളിലെ ടോയ്ലറ്റിൽ കൊണ്ടുപോയാണ് തേളിനെ പാൻറ്റിനുള്ളിൽ ഇട്ടതെന്ന് വിദ്യാർത്ഥിയുടെ പിതാവ് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ പ്രധാന അധ്യാപകൻ ദേവേന്ദ്ര, അധ്യാപകരായ ബാബുറാം, കൃതിക ഠാക്കൂർ എന്നിവർക്കെതിരെ വിവിധ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിയുടെ വസ്ത്രങ്ങൾ ബലമായി അഴിച്ചു മാറ്റിയതിനും അന്തസ്സിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾക്ക് വിധേയമാക്കിയതിനും SST നിയമത്തിലെ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 1 വർഷമായി കുട്ടിയെ അധ്യാപകർ മർദ്ദിക്കുന്നുവെന്നാണ് പരാതിയിലുള്ളത്. ഒരിക്കൽ മർദ്ദനത്തിൽ കുട്ടിയുടെ ചെവിയിൽ നിന്ന് രക്തം വരികയും കർണപുടം തകരാറിലാകുകയും ചെയ്തു. ഒക്ടോബർ 30-ന് പ്രധാന അധ്യാപകൻ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പോലീസിൽ പരാതിപ്പെടുകയോ വിഷയം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയോ ചെയ്താൽ ചുട്ടുകൊല്ലുമെന്നും കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുത്തിയല്ല ദളിത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്നതെന്നും കുടുംബം ആരോപിക്കുന്നു. കൃതിക ഠാക്കൂറിന്റെ ഭർത്താവ് കഴിഞ്ഞ 1 വർഷമായി നിയമവിരുദ്ധമായി ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥിയുടെ പിതാവ് പറഞ്ഞു. അതായത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പല രീതിയിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികൾ ഈ സ്കൂളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാന അധ്യാപകനും അതുപോലെ തന്നെ കുട്ടിയുടെ അധ്യാപകനുമെതിരെ കൃത്യമായിട്ട് നടപടികൾ എടുത്തേ മതിയാകൂ. കാരണം ഒരു 1ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയോടാണ് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തിരിക്കുന്നത്. സ്കൂളുകളിൽ വിദ്യ അഭ്യർത്ഥിക്കാനാണ് നമ്മൾ പോകുന്നത്, പുതിയ പുതിയ അറിവുകൾ നേടാനായിട്ട്. അവിടെ എന്തിനാണ് മതം പറഞ്ഞും ജാതി പറഞ്ഞും ഇത്തരത്തിലുള്ള ഒരു വേർതിരിവ് ഈ കുഞ്ഞു മനസ്സുകളിൽ ഈ അധ്യാപകർ തന്നെ കുത്തി നിറയ്ക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇത് തന്നെയല്ലേ നാളെയും ഇവർ ഇത് ആവർത്തിക്കുക? ഇനി വരുന്ന കുഞ്ഞുമക്കളോട്, ഇനി വരുന്ന തലമുറയോടും ഇത് തന്നെയല്ലേ ഈ അധ്യാപകർ പഠിപ്പിക്കുന്നത്? ഇവരെ അധ്യാപകർ എന്ന് വിളിക്കാൻ പോലും അർഹരല്ല. തീർച്ചയായിട്ടും ഈ കുട്ടിക്കെതിരെ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള പ്രധാന അധ്യാപകർക്കും അധ്യാപികയ്ക്കുമെതിരെ നടപടിയെടുക്കണം. നിയമത്തിന് മുന്നിൽ തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കണം. എങ്കിൽ മാത്രമാണ് ഇനിയും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുമ്പോൾ അത് ഒരു പാഠമാവുകയുള്ളൂ. ഇപ്പോഴും പലയിടത്തും പല സ്കൂളുകളും പുതിയതായി കെട്ടിപ്പൊക്കിയാലും പല വിദ്യാഭ്യാസ രംഗത്ത് പല മാറ്റങ്ങൾ വന്നാലും 1-2 ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താൽ മതി ഇത് മുഴുവനായിട്ട് ആ സ്കൂളിനെയോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെയോ അത് ബാധിക്കാനായിട്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയും യാതൊരു തരത്തിലും വെച്ചുപൊറുപ്പിക്കാൻ പാടില്ല. കൃത്യമായിട്ടുള്ള നടപടികൾ തന്നെ എടുത്തേ മതിയാകൂ.